എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഇയർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റായ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിലെ 4ാമത്തെ മൊഡ്യൂൾ ആയ ഫ്ലോ ത്രൂ പൈപ്സ് എന്ന മൊഡ്യൂളാണ്. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന സബ്ജക്റ്റിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിനെ കുറിച്ചും അതിനുശേഷം കൈനമാറ്റിക്സും ഡൈനാമിക്സും നമ്മൾ 2ഉം 3ഉം മൊഡ്യൂളുകളായി പഠിച്ചു. അതിനുശേഷം വരുന്നതാണ് ഫ്ലോ ത്രൂ പൈപ്സ് എന്ന 4ാമത്തെ മൊഡ്യൂൾ. ഈ മൊഡ്യൂളിന് ശേഷമാണ് നമുക്ക് കൺസെപ്റ്റ് ഓഫ് ബൗണ്ടറി ലെയറും ഡയമെൻഷണൽ അനാലിസിസും ചേർന്ന മൊഡ്യൂൾ 5 വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മൊഡ്യൂൾ 4ൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി വരുന്നത് വിസ്കസ് ഫ്ലോയെ കുറിച്ചാണ്. വിസ്കസ് ഫ്ലോയുമായി ബന്ധപ്പെട്ട് റെയ്നോൾഡ്സ് എക്സ്പെരിമെൻ്റ് എന്താണെന്നും അതിൽ ലാമിനാർ ഫ്ലോയും ടർബുലൻറ്റ് ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസവും റെയ്നോൾഡ്സ് നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസും ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ എന്താണെന്നും ഷിയർ സ്ട്രെസ് ആൻഡ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇൻ എ പൈപ്പ് എന്ന ടോപ്പിക്കും അതിനുശേഷം ലോ ഓഫ് ഫ്ലൂയിഡ് ഫ്രിക്ഷനും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനും ഹേഗൻ പോയ്സ്യൂൾ ഇക്വേഷനും ആണ് ലാമിനാർ ഫ്ലോയെ സംബന്ധിച്ച് വരുന്നത്. അതിനുശേഷം ടർബുലൻറ്റ് ഫ്ലോയിൽ വരുമ്പോൾ നമുക്ക് ഡാസി വെയ്ബാക്ക് ഇക്വേഷനും ചെസീസ് ഇക്വേഷനും അതുമായി സംബന്ധിച്ച് വരുന്ന മൂഡീസ് ചാർട്ടുമാണ് പഠിക്കാനുള്ളത്. അതിനുശേഷം നമ്മൾ മേജർ ആൻഡ് മൈനർ എനർജി ലോസസ്, ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ആൻഡ് ടോട്ടൽ എനർജി ലൈൻ, ഫ്ലോ ത്രൂ ലോങ് പൈപ്സ് ഇൻ സീരീസ്, പൈപ്സ് ഇൻ പാരലൽ, ഇക്വലൻറ്റ് പൈപ്പ് സിസ്റ്റം, സൈഫൺ, ട്രാൻസ്മിഷൻ ഓഫ് പവർ ത്രൂ പൈപ്സ്, എഫിഷ്യൻസി ഓഫ് ട്രാൻസ്മിഷൻ, വാട്ടർ ഹാമർ, പിന്നെ കാവിറ്റേഷൻ തുടങ്ങിയ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് പൈപ്പ് ഫ്ലോ എന്താണെന്ന് നോക്കാം. പൈപ്പ് ഫ്ലോ 2 തരത്തിലാണുള്ളത്. ഒന്ന് ക്ലോസ്ഡ് കണ്ടുയിറ്റ് പൈപ്പ് ഫ്ലോയും രണ്ടാമത്തേത് ഓപ്പൺ ചാനൽ ഫ്ലോയും. ക്ലോസ്ഡ് കണ്ടുയിറ്റ് ഫ്ലോ എന്ന പേര് പോലെ തന്നെ അത് പറയുന്നത് ക്രോസ് സെക്ഷൻ എൻറ്റയർ ആയിട്ട് വാട്ടർ ഫില്ലായിട്ടുണ്ടെങ്കിൽ തരത്തിലുള്ള ഫ്ലോയാണ് ക്ലോസ്ഡ് കണ്ടുയിറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ആ ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പിൻ്റെ ഉള്ളിൽ വാട്ടറിൽ ഫ്രീ സർഫസ് ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമതായി വരുന്ന ഓപ്പൺ ചാനൽ ഫ്ലോയിൽ ക്രോസ് സെക്ഷൻ ഫുൾ വാട്ടർ നിറഞ്ഞിരിക്കില്ല. അതായത് പകുതിയോ അതിൽ കൂടുതലോ പാർഷ്യലായിട്ടാണ് ഫ്ലൂയിഡ് ഫില്ലായിരിക്കുന്നതെങ്കിൽ അതിനെയാണ് ഓപ്പൺ ചാനൽ ഫ്ലോ എന്ന് നമ്മൾ പറയുന്നത്. അടുത്തതായി നമുക്കറിയാം മോസ്റ്റ് ഫ്ലൂയിഡ്സ് എസ്പെഷ്യലി ലിക്വിഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ഇൻ സർക്കുലർ പൈപ്സ്. This is because pipes with a circular cross-section can withstand large pressure differences between the inside and the outside without undergoing significant distortion. നമ്മൾ സാധാരണ കണ്ടുവരുന്ന പൈപ്പ് ഫ്ലോകളിലെല്ലാം സർക്കുലർ പൈപ്സിലാണ് നമ്മൾ കണ്ടുവരുന്നത്. കാരണം അതിന് ലാർജ് പ്രഷർ ഡിഫറൻസസ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുണ്ട്, സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റോർഷൻ നേരിടാതെ തന്നെ. പിന്നെ എപ്പോഴാണ് നമ്മൾ നോൺ സർക്കുലർ പൈപ്സ് കാണുന്നത്? അതെ, നമ്മൾ നോൺ സർക്കുലർ പൈപ്സ് യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് സിസ്റ്റംസ് ഓഫ് ബിൽഡിങ്സ് ഒക്കെയാണ് നമ്മൾ നോൺ സർക്കുലർ പൈപ്സ് ഉപയോഗിക്കുന്നത്. അവിടെയെല്ലാം പ്രഷർ ഡിഫറൻസ് ഈസ് റിലേറ്റീവ്ലി സ്മോൾ ആൻഡ് യൂസേജ് ഓഫ് നോൺ സർക്കുലർ പൈപ്സ് ആർ കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് ആർ ലോവർ and available space is limited for ductwork. ഇനി നമുക്ക് റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിരുന്ന അപ്പാരറ്റസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എ ടാങ്ക് കണ്ടെയ്നിങ് വാട്ടർ അറ്റ് കോൺസ്റ്റൻറ്റ് ഹെഡ്, രണ്ടാമത്തേത് എ സ്മോൾ ടാങ്ക് കണ്ടെയ്നിങ് സം ഡൈ, മൂന്നാമത്തേത് എ ഗ്ലാസ് ട്യൂബ് ഹാവിംഗ് ബെൽ മൗത്ത് എൻട്രൻസ് അറ്റ് വൺ എൻഡ് ആൻഡ് എ റെഗുലേറ്റിംഗ് വാൽവ് അറ്റ് അതർ എൻഡ്സ്. നമ്മളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ളൊരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റ്. ഓസ്ബോൺ റെയ്നോൾഡ്സ് ഡിസ്കവേർഡ് ത്രൂ എ സീരീസ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് ദ ഫ്ലോ റെജീം ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ ദ റേഷ്യോ ഓഫ് ഇനേർഷ്യൽ ഫോഴ്സസ് ടു വിസ്കസ് ഫോഴ്സസ് ഇൻ ദ ഫ്ലൂയിഡ്. ദിസ് റേഷ്യോ ഈസ് കോൾഡ് ദ റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് ഈസ് എക്സ്പ്രസ്ഡ് ഫോർ ഇൻറ്റേർണൽ ഫ്ലോ ഇൻ എ സർക്കുലർ പൈപ്സ് ആസ് RE equal to inertial forces divided by viscous forces. അതിന് ഇക്വേഷനായി വരുന്നത് RE equal to rho V average into D divided by mu. റെയ്നോൾഡ്സ് നമ്പർ എന്നതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റിയാണ്. അറ്റ് ലാർജ് റെയ്നോൾഡ്സ് നമ്പർ ദി ഇനീഷ്യൽ ഫോഴ്സസ് വിച്ച് ആർ proportional to the fluid density and the square of the fluid velocity are
large relative to the viscous forces, and thus the viscous forces cannot prevent the random and rapid fluctuations of the fluid, hence turbulent. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ലാർജ് ആണെങ്കിൽ ഫ്ലോ ടർബുലൻ്റ് ആയിരിക്കുമെന്ന്. കാരണം അവിടെ ഉണ്ടാകുന്ന ഇനേർഷ്യൽ ഫോഴ്സിനുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസിനെ വിസ്കസ് ഫോഴ്സിന് തടുത്തു നിർത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഫ്ലോ ടർബുലൻ്റായി മാറുന്നത്. അറ്റ് ലാർജ് റെയ്നോൾഡ്സ് നമ്പർ, the inertial forces which are proportional to the fluid density and the square of the fluid velocity are large relative to the viscous forces, and thus the viscous forces cannot prevent the random and rapid fluctuations of the fluid. അതുപോലെ തന്നെ at small Reynolds number, the viscous forces are large enough to suppress these fluctuations and to keep the fluid in line. Thus the flow is laminar in this case. അതുപോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പർ ചെറുതാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിസ്കസ് ഫോഴ്സ് നല്ല വലുതാണ്. അതിന് അവിടെ ഉണ്ടാകുന്ന ഇനേർഷ്യൽ ഫോഴ്സസിനെ സപ്രസ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ഫ്ലോ ലാമിനാർ ആയിരിക്കും. ഇനി നമ്മൾക്ക് റെയ്നോൾഡ്സ് എക്സ്പെരിമെൻറ്റിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. The water from the tank was allowed to flow through the glass tube. The velocity of flow was varied by regulating valve. A liquid dye was having same specific weight as water was introduced into the glass tube. അപ്പോൾ അവിടെ ഉണ്ടായ ഒബ്സർവേഷൻസ് റെയ്നോൾഡ്സ് എന്ന ശാസ്ത്രജ്ഞൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഫ്ലോയെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ലാമിനാർ എന്നും മറ്റൊന്ന് ടർബുലൻ്റ് എന്നും. ലാമിനാർ ഫ്ലോ എന്താണെന്ന് നമുക്ക് നോക്കാം. When the velocity of flow was low, the dye filament in the glass tube was in the form of a straight line. This straight line of dye filament was parallel to the glass tube, which was the case of laminar flow. രണ്ടാമത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ടർബുലൻ്റ് ഫ്ലോ അല്ലായിരുന്നു, അതിനു മുന്നേ ഉള്ള ട്രാൻസിഷൻ ഫേസ് ആയിരുന്നു. അതിനെയാണ് അദ്ദേഹം ട്രാൻസിഷൻ റീജിയൻ എന്ന് പറഞ്ഞതും. With the increase of velocity of flow, the dye filament was no longer a straight line, but it became a wavy. This shows that flow is no longer laminar. മൂന്നാമതായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, ഈ ട്രാൻസിഷൻ ഫേസ് കഴിഞ്ഞതിന് ശേഷം ഫ്ലോ ആകെ ടർബുലൻ്റ് ആവാൻ തുടങ്ങി. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് ഇതായിരുന്നു. With further increase of velocity of flow, the wavy dye filament broke up and finally diffused in water. This means that the fluid particles at this higher velocity are moving in random fashion, which shows the case of turbulent flow. Thus, in case of turbulent flow, the mixing of dye filament and water is intense and flow is irregular, random and highly disordered. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇക്വേഷനിലെ ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു റെയ്നോൾഡ്സ് നമ്പർ RE = ρVD / μ. അതിൽ റോ എന്നത് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡും ഡി എന്നത് ഡയമീറ്റർ ഓഫ് പൈപ്പും വി എന്നത് ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്ലോയും മ്യൂ എന്നത് ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലോയുമാണ്. ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ഫ്ലോയ്ക്ക് പകരം അവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ VD / μ എന്നായി മാറും. അടുത്തതായി റെയ്നോൾഡ്സ് നമ്പറിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. Reynolds number is very useful in determining whether the flow is laminar or turbulent. ഒരു ഫ്ലോ ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ എന്ന് റെയ്നോൾഡ്സ് നമ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിൻ്റാണ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ദ റെയ്നോൾഡ്സ് നമ്പർ അറ്റ് വിച്ച് ദ ഫ്ലോ ബിക്കംസ് ടർബുലൻ്റ് ഈസ് കാൾഡ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ. ഒരു ഫ്ലോ ലാമിനാറിൽ നിന്ന് ട്രാൻസിഷൻ റീജിയനിലേക്കും പോയതിനു ശേഷം ടർബുലൻ്റ് ആവുന്ന റീജിയനിൽ ഉണ്ടാകുന്ന റെയ്നോൾഡ്സ് നമ്പറിൻ്റെ വാല്യൂ ആണ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ആയി നമ്മൾ എടുക്കുന്നത്. ദ വാല്യൂ ഓഫ് ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ജോമെട്രീസ് ആൻഡ് ഫ്ലോ കണ്ടീഷൻസ്. പൈപ്പിൻ്റെ ഷേപ്പും ഫ്ലോ കണ്ടീഷൻസിനും അനുസരിച്ച് റെയ്നോൾഡ്സ് നമ്പറിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഫോർ ഇൻറ്റേർണൽ ഫ്ലോ ഇൻ എ സർക്കുലർ പൈപ്പ്, ദ ജനറലി ആക്സെപ്റ്റഡ് വാല്യൂ ഓഫ് ദ ക്രിട്ടിക്കൽ റെയ്നോൾഡ്സ് നമ്പർ ഈസ് RE ക്രിട്ടിക്കൽ വാല്യൂ = 2300. 2300 നോർമലായിട്ട് പറയുന്ന വാല്യൂ. ആ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ കൺക്ലൂഷൻസ് നമുക്കൊന്നുകൂടി ശ്രദ്ധിക്കാം. ഇൻ കേസ് ഓഫ് ലാമിനാർ ഫ്ലോ, ദ ലോസ് ഓഫ് പ്രഷർ ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ വാസ് ഫൗണ്ട് ടു ബി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ഫ്ലോ. ബട്ട് ഇൻ കേസ് ഓഫ് ടർബുലൻറ്റ് ഫ്ലോ, the loss of head is approximately proportional to the square of velocity.
More exactly, the loss of head HF is directly proportional to V raised to n, where n varies from 1.75 to 2. അതായത് ലാമിനാർ ഫ്ലോയിൽ ലോസ് ഓഫ് പ്രഷർ എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അത് ടർബുലൻറ്റിൽ വെലോസിറ്റിയുടെ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ ആയത്. എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വി റേസ് ടു 1.5 ടു വി റേസ് ടു 2 എന്ന വാല്യൂവിനാണ് ലോസ് ഓഫ് ഹെഡ് പ്രൊപ്പോർഷണൽ ആയിട്ട് ടർബുലൻറ്റ് ഫ്ലോയിൽ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വിസ്കസ് ഫ്ലോ ത്രൂ സർക്കുലർ പൈപ്പാണ്. ദ ഫ്ലോ ത്രൂ ദ സർക്കുലർ പൈപ്പ് വിൽ ബി വിസ്കസ് ഓർ ലാമിനാർ ഇഫ് ദ റെയ്നോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 2300. നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പർ 2300 താഴെയാണെങ്കിൽ ആ ഫ്ലോ ലാമിനാറായിട്ട് കണക്കാക്കാവുന്നതാണ്. In laminar flow, the fluid moves in layers and each layer of fluid slides over the adjacent layer. Laminar flowയിൽ ഫ്ലൂയിഡിൻ്റെ ഒരു ലെയർ മറ്റൊരു ലെയറിന് മുകളിൽ കൂടെ സ്ലൈഡ് ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത്. Due to relative velocity between two layers, the velocity gradient du by dy exists and hence shear stress tau equal to mu into du by dy acts on the layer. അപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ അസംഷൻ ദ ഫ്ലൂയിഡ് ഒബേസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. രണ്ടാമത്തെ അസംഷൻ ദർ ഈസ് നോ സ്ലിപ്പ് ഓർ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് അറ്റ് ദ സോളിഡ് ബൗണ്ടറി. മൂന്നാമത്തെ അസംഷൻ സ്റ്റഡി ഫ്ലോ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഒരു ഫ്ലോ നമുക്ക് കൺസിഡർ ചെയ്യാം. സിലിണ്ടറിക്കൽ പൈപ്പിലൂടെയുള്ള ഒരു ഫ്ലോ നമുക്ക് കൺസിഡർ ചെയ്യാം. കൺസിഡർ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് റേഡിയസ് capital R. The viscous fluid is flowing from left to right in the pipe. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ഫ്ലോ നടക്കുന്നത്. കൺസിഡർ എ സിലിണ്ടറിക്കൽ ഫ്ലൂയിഡ് എലമെൻറ്റ് ഓഫ് റേഡിയസ് സ്മോൾ r and length delta x. Let P be intensity of pressure on phase B. ഫേസ് എ ബി എന്ന ഫേസിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിൻ്റെ ഇൻറ്റൻസിറ്റി പി ആയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ സി ഡി എന്തായിരിക്കും? ഡെൽറ്റ എക്സ് ഡയറക്ഷൻ കഴിഞ്ഞാണ് സി ഡി വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രഷർ ഇൻറ്റൻസിറ്റി വിൽ ബി പി പ്ലസ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. അതുപോലെ തന്നെ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഫ്ലൂയിഡ് എലമെൻറ്റ് ആർ പ്രഷർ ഫോഴ്സ് ഓൺ ഫേസ് എ ബി ഈക്വൽ ടു പി ഇൻറ്റു പൈ ആർ സ്ക്വയർ, പ്രഷർ ഫോഴ്സ് ഓൺ ഫേസ് സി ഡി ഈക്വൽ ടു പി പ്ലസ് ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് ഫ്ലൂയിഡ് എലമെൻറ്റ് ഈക്വൽ ടു ടോ ഇൻറ്റു 2 പൈ ആർ ഇൻറ്റു ഡെൽറ്റ എക്സ്. പൈപ്പിലൂടെയുള്ള ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിൽ ആക്സലേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ ഫ്ലോ ഡയറക്ഷൻ നമുക്ക് 0 ആയിട്ട് എടുക്കാം. അതുകൊണ്ട് തന്നെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് പി പ്ലസ് ഡോ പി ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് ടോ ഇൻറ്റു 2 പൈ ആർ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്ത് ടോ സോൾവ് ചെയ്താൽ നമുക്ക് ടോ ഈക്വൽ ടു മൈനസ് ഡോ പി ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2 എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. അവിടെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ പ്രഷർ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡ്യൂ ടു വിസ്കസ് റെസിസ്റ്റൻസ്. അതായത് വിസ്കസ് റെസിസ്റ്റൻസ് കാരണം നമ്മളെടുത്ത ഡയറക്ഷനിൽ പ്രഷർ കുറയുകയാണെന്നാണ് ആ ഇക്വേഷനിൽ നിന്ന് സൂചകമാകുന്നത്. അതായി നമുക്ക് പഠിക്കാനുള്ളത് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ വെച്ച് ടോ ഈക്വൽ ടു മൈനസ് ഡോ പി ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2 എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരു പൈപ്പ് ഫ്ലോയിൽ എങ്ങനെയാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. The shear stress developed between fluid layers across a section of the pipe varies linearly along the radius of the pipe since dou p by dou x is a constant across a section. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ആ സെക്ഷനിൽ ഡോ പി ബൈ ഡോ എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. വെൻ സ്മോൾ ആർ ഈക്വൽ ടു 0 നമുക്ക് ഇക്വേഷനിൽ നോക്കിയാൽ അറിയാം ടോ ഈക്വൽ ടു 0. അതുപോലെ തന്നെ വെൻ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ നമുക്ക് കിട്ടുന്ന വാല്യൂ ഷിയർ സ്ട്രെസ്സിൻ്റെ മാക്സിമം ആയിരിക്കും. അതായത് ടോ മാക്സ് ഈക്വൽ ടു മൈനസ് ഡോ പി ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ ബൈ 2. അതായിരിക്കും ഷിയർ സ്ട്രെസ്സിൻ്റെ മാക്സിമം വാല്യൂ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ ടുവേർഡ്സ് ദ സെൻറ്റർ 0 ആവുകയും ടുവേർഡ്സ് ദ എൻഡ് മാക്സിമം വാല്യൂ റീച്ച് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. മാക്സിമം വാല്യൂ ആണ് മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2. ആ നെഗറ്റീവ് വാല്യൂ കാണിക്കുന്നത് പ്രഷറിൻ്റെ ഡിക്രീസിനെയാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ടോ ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2 എന്ന ഇക്വേഷനാണ്. അതിൽ നിന്ന് നമുക്ക് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലഭിക്കാനായി ടോ ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്ന് നമുക്കറിയാവുന്ന ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം.
But in the relation tau equal to mu du by dy, y is measured from the pipe wall, but the radial distance is measured from the center line. അതുകൊണ്ട് തന്നെ നമുക്ക് y ഈക്വൽ ടു ക്യാപിറ്റൽ ആർ മൈനസ് സ്മോൾ ആർ എന്ന് നമുക്ക് എടുക്കേണ്ടി വരുന്നു. അതുപോലെ dy ഈക്വൽ ടു മൈനസ് ഡി ആർ. അതുകൊണ്ട് തന്നെ ടോ ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി ആർ എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. രണ്ടാമത്തെ ഇക്വേഷനിൽ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് മ്യൂ ഡി യു ബൈ ഡി ആർ ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ ടു എന്നും ഡി യു ബൈ ഡി ആർ ഈക്വൽ ടു 1/2 മ്യൂ ഇൻറ്റു ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ എന്നും ലഭിക്കുന്നു. ഡി യു ഈക്വൽ ടു 1/2 മ്യൂ ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആർ ഡി ആർ എന്ന് ലഭിക്കുന്നു. ഈ ഇക്വേഷൻ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് യു ഈക്വൽ ടു 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ആർ സ്ക്വയർ പ്ലസ് സി. ആ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷനാണ്. ആ സി സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അനിവാര്യമാണ്. നമുക്കറിയാം നോ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷനാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതായത് വെൻ സ്മോൾ ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ യു ഈക്വൽ ടു 0. ആ ബൗണ്ടറി കണ്ടീഷനിൽ നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഈക്വൽ ടു 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് സി എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യുക്ക് 0 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് സി എന്ന വാല്യൂ മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന വാല്യൂ കിട്ടുന്നു. അത് നമ്മൾ യു എന്ന ഇക്വേഷനിൽ സിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്ന ഇക്വേഷനാണ് യു ഈക്വൽ ടു മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. നമുക്ക് ആ ഇക്വേഷൻ ശ്രദ്ധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഒരു പാരബോളയുടെ ഇക്വേഷനാണ്. ആ പാരബോളയുടെ ഇക്വേഷൻ ആ പൈപ്പിൽ ഒന്ന് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ടുവേർഡ്സ് ദ സെൻട്രൽ ലൈനാണ്. വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് പാരബോളിക്. ആ ഫിഗറിൽ തന്ന പോലെ തന്നെയാവും അവിടെ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലാമിനാർ ഫ്ലോയിൽ സർക്കുലർ പൈപ്പിൽ ഉണ്ടാകുന്ന വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഈ ഫിഗറിൽ നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഇക്വേഷനിലെ മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ആൻഡ് ക്യാപിറ്റൽ ആർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും യു വാരീസ് വിത്ത് ആർ സ്ക്വയർ. അപ്പോൾ വെൻ സ്മോൾ ആർ ഈക്വൽ ടു 0 നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുകയും സെൻട്രൽ ലൈനിൽ യു മാക്സ് ഈക്വൽ ടു മൈനസ് 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. അതേസമയം തന്നെ സ്മോൾ ആർ ഈക്വൽ ടു ആർ, അതായത് ബൗണ്ടറി കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് യു ഈക്വൽ ടു 0 ആണ്. അതായത് നോ സ്ലിപ്പ് കണ്ടീഷനിൽ സിലിണ്ടർ വാളിൻ്റെ സമീപത്ത് വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി ആണ്. നമ്മൾ നേരത്തെ മാക്സിമം വെലോസിറ്റി കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കുക എന്ന്. ആവറേജ് വെലോസിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദ ഡിസ്ചാർജ് ഓഫ് ദ ഫ്ലൂയിഡ് ബൈ ദ ഏരിയ ഓഫ് ദ പൈപ്പ്. Discharge is obtained by considering the flow through a circular ring element of radius r and thickness dr. അപ്പോൾ നമ്മളൊരു സർക്കുലർ റിംഗ് അവിടെ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ റേഡിയസ് ആറും തിക്നെസ് ഡി ആറുമാണ്. നമ്മളിത് കൺസിഡർ ചെയ്യുന്നത് നമ്മളുടെ സിലിണ്ടറിക്കൽ പൈപ്പിലാണ് കൺസിഡർ ചെയ്യുന്നത്, ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സിലിണ്ടറിക്കൽ പൈപ്പിൽ. അപ്പോൾ the fluid flowing per second through this elementary ring dq equal to velocity at radius smaller into area of ring element, that is dq equal to u into 2 pi r dr. dq equal to minus 1/4 mu dou p by dou x into capital R square minus small r square into 2 pi r dr. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് എങ്ങനെ കാണുക? അതെ, ഡി ക്യൂവിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഫ്രം ദ ലിമിറ്റ്സ് 0 to capital R. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റെപ്സ് ഞാൻ എടുത്ത് വായിക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ക്യൂ വാല്യൂ ആണ് മൈനസ് പൈ ഡിവൈഡഡ് ബൈ 8 ന്യൂ ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ റേസ് ടു 4. ഈ സ്റ്റെപ്സിലൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന വാല്യൂ ആണ് ഈ ക്യാപിറ്റൽ ക്യൂവിൻ്റെ ഡിസ്ചാർജ് എന്ന വാല്യൂ. ഈ ഡിസ്ചാർജ് എന്ന വാല്യൂവിൽ നിന്നാണ് നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഉള്ളത്. അപ്പോൾ ആവറേജ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? നമ്മൾ അതിന് ആവറേജ് വെലോസിറ്റിനെ യു ബാർ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ യു ബാർ ഈക്വൽ ടു ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് പൈപ്പ്, ദാറ്റ് ഈസ് ക്യൂ ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ, ദാറ്റ് ഈസ് യു ബാർ ഈക്വൽ ടു മൈനസ് പൈ ബൈ 8 മ്യൂ
dou P divided by dou X capital R raised to 4 divided by pi capital R raised to 2. That is U bar equal to minus 1 by 8 mu dou P by dou X into capital R square. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹേഗൻ പോയിസ്യൂൾ ഇക്വേഷൻ. നമ്മളിപ്പോൾ ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ കാരണം തന്നെ നമുക്ക് ഹേഗൻ പോയിസ്യൂൾ ഇക്വേഷനിൽ ആവറേജ് വെലോസിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് മൈനസ് ഡോ പി ഡിവൈഡഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 8 mu u bar ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നായി ആവറേജ് വെലോസിറ്റിയെ റീഅറേഞ്ച് ചെയ്യാം. മൈനസ് ഡി പി ഡിവൈഡഡ് ബൈ ഡി എക്സ് ഈക്വൽ ടു 8 mu u bar ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഡോ പി ബൈ ഡോ എക്സിനെ ഡി പി ബൈ ഡി എക്സ് ആക്കാൻ കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ഡി പി ഈക്വൽ ടു 8 mu u bar ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഡി എക്സ് എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ലോസ് ഓഫ് പ്രഷർ ഹെഡ് ബിറ്റ്വീൻ ടു സെക്ഷൻ ഓഫ് പൈപ്പ് 1 and 2 ഹാവിംഗ് ലെങ്ത് എൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഡി പി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി ഇരിക്കുന്നു. 1 to 2 എന്ന ലിമിറ്റ്സിലാണ് നമുക്ക് ഡി പി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് P2 മൈനസ് P1 ഈക്വൽ ടു 8 mu u bar ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ ഇൻറ്റു x2 മൈനസ് x1. ഈ തന്ന ഫിഗറിൽ നമുക്ക് ക്ലിയർ ആണ് x2 മൈനസ് x1 എന്നത് ക്യാപിറ്റൽ എൽ എന്നാണ്. അപ്പോൾ P1 മൈനസ് P2 ഈക്വൽ ടു 8 mu u bar എൽ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. പക്ഷേ ആ ഫിഗറിൽ നിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാകും ക്യാപിറ്റൽ ആർ എന്നത് d/2 ആണ്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആറിനെ ഡയമീറ്ററിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ P1 മൈനസ് P2 ഈക്വൽ ടു 8 mu u bar എൽ ഡിവൈഡഡ് ബൈ d/2 ഹോൾ സ്ക്വയർ. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇക്വേഷൻ ഞാൻ P1 മൈനസ് P2 എന്ന ഡ്രോപ്പ് ഇൻ പ്രഷറിനെ HF കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ HF ഈക്വൽ ടു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ ജി. അതായത് നമ്മൾ പ്രഷർ ഹെഡിലാണ് ഇവിടെ എഴുതുന്നത്. സോ HF ഈക്വൽ ടു ഫൈനൽ ആൻസർ 32 mu u bar എൽ ഡിവൈഡഡ് ബൈ റോ ജി ഡി സ്ക്വയർ. ഈ ഇക്വേഷനാണ് നമ്മൾ ഹേഗൻ പോയിസ്യൂൾ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ഡാസി വെയ്ബാക്ക് ഇക്വേഷനും ചെസിസ് ഫോർമുലയുമാണ്. നമ്മൾ ഇത്രയും നേരം വിസ്കസ് ഫ്ലോ അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴാണ് ഹേഗൻ പോയിസ്യൂൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. അവിടെയുള്ള ഹെഡ് ലോസ് കണ്ടുപിടിക്കാനാണ് ഹേഗൻ പോയിസ്യൂൾ ഇക്വേഷൻ നമ്മൾ ഉപയോഗിച്ചത്. ഇനി ടർബുലന്റ് ഫ്ലോയിൽ നമുക്ക് ഇതേപോലെ ഹെഡ് ലോസ് കണ്ടുപിടിക്കാനാണ് ഡാസി വെയ്ബാക്ക് ഇക്വേഷനും ചെസിസ് ഫോർമുലയും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻ കേസ് ഓഫ് ടർബുലന്റ് ഫ്ലോ ത്രൂ പൈപ്സ് ഇറ്റ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് ത്രൂ ദ എക്സ്പെരിമെൻറ്റ്സ് ദാറ്റ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈസ് proportional to v raised to n where n varies from 1.75 to 2. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 0.2 proportional to density of fluid, 0.3 proportional to area of surface in contact, 0.4 dependent on the nature of the surface in contact. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു യൂണിഫോം ഹൊറിസോണ്ടൽ പൈപ്പ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ P1 എന്നത് പ്രഷർ അറ്റ് സെക്ഷൻ 1ഉം P2 എന്നത് പ്രഷർ അറ്റ് സെക്ഷൻ 2 എന്നും V1 velocity at section 1, V2 velocity at section 2L, length of pipe between section 1 and 2, small d എന്നത് diameter of pipe, FR എന്നത് frictional resistance per unit wetted area per unit velocity എന്നും HF എന്നത് head loss due to friction എന്നും നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കത് മോഡിഫൈഡ് ബെർണോളി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്കറിയാം. ടോട്ടൽ ഹെഡ് അറ്റ് സെക്ഷൻ 1 ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് സെക്ഷൻ 2 പ്ലസ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അപ്പോൾ P1 ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G പ്ലസ് Z1 ഈക്വൽ ടു P2 ഡിവൈഡഡ് ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G പ്ലസ് Z2 പ്ലസ് HF where HF ഈസ് ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ബട്ട് നമുക്കറിയാം Z1 ഈക്വൽ ടു Z2 കാരണം ഹൊറിസോണ്ടൽ പൈപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. V1 ഈക്വൽ ടു V2 കാരണം ഡയമീറ്റർ ഓഫ് പൈപ്പ് സെയിം ആണ്. നമ്മളെടുത്ത സെക്ഷൻ 1, 2 ആയാലും ഡയമീറ്റർ ഓഫ് പൈപ്പ് സെയിം ആണ്. അതുകൊണ്ട് V1 ഈക്വൽ ടു V2. അപ്പോൾ ഇക്വേഷൻ P1 ഡിവൈഡഡ് ബൈ റോ ജി ഈക്വൽ ടു P2 ഡിവൈഡ് ബൈ റോ ജി പ്ലസ് HF എന്നായി മാറും. HF ഈക്വൽ ടു P1 ഡിവൈഡ് ബൈ റോ ജി മൈനസ് P2 ഡിവൈഡ് ബൈ റോ ജി. അതുപോലെ തന്നെ P1 മൈനസ് P2 ഈക്വൽ ടു റോ ജി HF എന്നായി മാറും. അതിനെ നമുക്ക് ഇക്വേഷൻ 2 എന്ന് നോട്ട് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അതായത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്നാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി ഇൻറ്റു വെറ്റഡ് ഏരിയ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ F ഈക്വൽ ടു FR ഇൻറ്റു പൈ DL ഇൻറ്റു V സ്ക്വയർ where പൈ DL ഈക്വൽ ടു വെറ്റഡ് ഏരിയ ആൻഡ് V ഈക്വൽ ടു വെലോസിറ്റി ഈക്വൽ ടു V1 ഈക്വൽ ടു V2. അതായത് രണ്ട് സെക്ഷനിലും വെലോസിറ്റി സെയിം ആണ്. The forces acting on the fluid between section 1 and 2.
pressure force at section 1 equal to P1 into A, pressure force at section 2 equal to P2 into A. പിന്നെ ഉള്ളത് ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്സലറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ റിസോൾവ് ചെയ്യുമ്പോൾ ഫോഴ്സസിനെ P1A minus P2A minus F equal to 0, P1 minus P2A equal to F. Substitution from equation 3, P1 minus P2A equal to FR into pi dl into V square, P1 minus P2 equal to FR into pi dl into V square divided by A, P1 minus P2 equal to rho GF എന്ന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ rho G HF equal to FR into pi dl into V square divided by A, HF equal to FR into pi dl into V square divided by rho GA. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കുന്നു. നമുക്കറിയാം ഏരിയ ഓഫ് പൈപ്പ് A equal to pi by 4 d square. So HF equal to FR into pi dl into V square divided by rho G pi by 4 d square. HF equal to FR divided by rho G into 4L V square divided by D. നമുക്ക് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2G കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും HF equal to FR 2G divided by rho G into 4L V square divided by 2GD. അതിലെ ആദ്യത്തെ ടേമായ FR 2G divided by rho G അതൊരു ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. അതിനെ നമുക്ക് സ്മോൾ എഫ് കൊണ്ട് റിപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് HF equal to 4FL V square divided by 2GD എന്ന് കിട്ടും. ആ സ്മോൾ എഫ് എന്ന നമ്മൾ കൊടുത്ത ഫാക്ടറാണ് ഡാർസീസ് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ, അല്ലെങ്കിൽ അതിനെ ഫാനിങ് ഫ്രിക്ഷൻ ഫാക്ടർ എന്നും പറയും. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ 5നെയാണ് നമ്മൾ ഡാർസി വെയ്ബാക്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്സ് കണ്ടുപിടിക്കാനാണ്. ഈ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ ലാമിനാർ ഫ്ലോയിലും കണ്ടുപിടിക്കാം. ടർബുലൻറ്റ് ഫ്ലോയിലുള്ള ഇക്വേഷൻ ആണെങ്കിൽ പോലും ലാമിനാർ ഫ്ലോയിലും ആപ്ലിക്കബിൾ ആണ്. എപ്പോൾ മാത്രം പ്രോപ്പർ വാല്യൂ ഓഫ് സ്മോൾ എഫ് ഈച്ച് ചൂസൺ കറക്റ്റ്ലി. നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. HF equal to F dash L V square divided by 2G എന്നാക്കാം. നമ്മളവിടെ F dash എന്ന ഒരു പുതിയ ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. 4F എന്ന ടേമിന് പകരമാണ് F dash നമ്മളവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ F dash എന്ന ടേമാണ് ഡാർസീസ് ഫ്രിക്ഷൻ ഫാക്ടർ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിലൊക്കെ നോക്കുമ്പോൾ അവിടെ തന്നിരിക്കുന്ന F ചിലപ്പോൾ F dash എന്നുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ 4F എന്ന് കാണുകയാണെങ്കിൽ അത് ആ F എന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കും. പക്ഷേ 4F എന്നില്ലെങ്കിൽ വെറും F ആണെങ്കിൽ അത് ഫ്രിക്ഷൻ ഫാക്ടർ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുക. അടുത്തതായി നമ്മൾ പോകുന്നത് ചെഷീസ് ഫോർമുലയ്ക്കാണ്. നമ്മൾ കഴിഞ്ഞ നാലാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടും HF equal to FR into pi dl into V square divided by rho GA, HF equal to FR divided by rho G into PL V square divided by A. P നമ്മൾ കണ്ടിട്ടില്ല നേരത്തെ. അപ്പോൾ നമുക്ക് നോക്കാം. P എന്നത് വെറ്റഡ് പെരിമീറ്റർ ഓഫ് പൈപ്പാണ്. ഒരു പൈപ്പിൽ എത്ര പെരിമീറ്ററിൽ വെള്ളം ടച്ച് ചെയ്ത് നോക്കുന്നുവോ അതിനെയാണ് വെറ്റർ പെരിമീറ്റർ ഓഫ് പൈപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കേസിൽ അത് പൈഡിയാണ്, കാരണം നമ്മൾ ക്ലോസ്ഡ് കണ്ടുയിറ്റ് ഫ്ലോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റേഷ്യോ ഓഫ് A/P ഈസ് കോൾഡ് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ഹൈഡ്രോളിക് റേഡിയസ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ M. സോ M എന്നത് ഏരിയ ഓഫ് ഫ്ലോ ഡിവൈഡഡ് ബൈ വെറ്റർ പെരിമീറ്റർ ആണ്. സോ M ഈക്വൽ ടു A ഡിവൈഡഡ് ബൈ P. ഏരിയ നമുക്കറിയാം pi by 4 d സ്ക്വയർ, ഡയമീറ്ററിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നത്, ഡിവൈഡഡ് ബൈ pi d. അപ്പോൾ നമുക്ക് കിട്ടും M ഈക്വൽ ടു d by 4. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ HF ഈക്വൽ ടു FR ഡിവൈഡ് ബൈ rho G ഇൻറ്റു 1/m ഇൻറ്റു L V സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് V സ്ക്വയർ ഈക്വൽ ടു HF ഡിവൈഡഡ് ബൈ L ഇൻറ്റു rho G ഡിവൈഡഡ് ബൈ FR ഇൻറ്റു M എന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തതിന് ശേഷം നമുക്ക് കിട്ടും V ഈക്വൽ ടു റൂട്ട് ഓഫ് rho G ഡിവൈഡഡ് ബൈ FR ഇൻറ്റു റൂട്ട് ഓഫ് M ഇൻറ്റു HF ഡിവൈഡ് ബൈ L. നമ്മളത് തിരിച്ചെഴുതാൻ കാരണമുണ്ട്. കാരണം ആദ്യത്തെ ടേമായ റൂട്ട് ഓഫ് rho G ഡിവൈഡ് ബൈ FR എന്നതിനെ C എന്നുകൊണ്ട് നമ്മൾ റിപ്ലേസ് ചെയ്യുന്നു. ആ C ആണ് ഷെസീസ് കോൺസ്റ്റൻറ്റ്. രണ്ടാമത്തെ ടേമിൽ HF ഡിവൈഡ് ബൈ Lനെയാണ് നമ്മൾ I കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, വേർ I ഈസ് ദ ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് പൈപ്പ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും V ഈക്വൽ ടു C റൂട്ട് MI. ഈ ഫോർമുലയാണ് നമ്മൾ ഷെസീസ് ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷെസീസ് ഫോർമുലയിൽ നിന്ന് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കുക എന്ന്. നമുക്കറിയാം V ഈക്വൽ ടു C റൂട്ട് MI. അതിൽ നമുക്ക് വെലോസിറ്റിയും ഷെസീസ് കോൺസ്റ്റൻറ്റും അറിയുമെങ്കിൽ നമുക്ക് I കണ്ടുപിടിക്കാം. I എന്നത് HF ഡിവൈഡഡ് ബൈ L ആണ്, അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ പെർ യൂണിറ്റ് ലെങ്ത്തും അറിയുമെങ്കിൽ നമുക്ക്
എച്ച് എഫ് ഈക്വൽ ടു എൽ ഇൻറ്റു ഐ എന്ന് ചെയ്ത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഫോർ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇൻ ലാമിനാർ ഫ്ലോ ആണ്. ദ ലോസ് ഓഫ് പ്രഷർ ഹെഡ് in a pipe of diameter d and length l in which a viscous fluid of viscosity mu is flowing with an average velocity v is given by Hagen-Poiseuille equation as hf equal to 32 mu vl divided by rho g d square. അതിന് നമ്മൾ ഇക്വേഷൻ എ എന്ന് കൊടുക്കുകയും നമുക്ക് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഗിവൺ ബൈ ഡാസി-വെയ്ബാക്ക് ഇക്വേഷൻ ഈസ് hf equal to 4f l v square divided by 2gd എന്ന് നമുക്ക് അറിയാം ഡാസി-വെയ്ബാക്ക് ഇക്വേഷനിൽ നിന്ന്, വേർ എഫ് ഈക്വൽ ടു കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഫ് ഈക്വൽ ടു 16 mu ഡിവൈഡഡ് ബൈ റോ വി ഡി എന്നാണ്. ബട്ട് നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ അറിയാം, ആർ ഈക്വൽ ടു റോ വി ഡി ഡിവൈഡഡ് ബൈ മ്യൂ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? എഫ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ ആർ ഇ എന്ന് കിട്ടും. നമുക്കറിയാം ഡാസി ഫ്രിക്ഷൻ ഫാക്ടർ എഫ് ഡാഷ് ഈക്വൽ ടു 4f ആണ്. അതുകൊണ്ട് തന്നെ എഫ് ഡാഷ് ഈക്വൽ ടു 64 ഡിവൈഡഡ് ബൈ ആർ ഇ, അതായത് റെയ്നോൾഡ്സ് നമ്പർ എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂഡീസ് ചാർട്ടാണ്. മൂഡീസ് ചാർട്ട് എന്തെന്നാൽ നമുക്ക് ഫ്രിക്ഷൻ ഫാക്ടർ, ഏത് പൈപ്പിൻ്റെയും ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ളൊരു ചാർട്ടാണ്. ഗിവൺ ദാറ്റ് റിലേറ്റീവ് റഫ്നെസ് ആൻഡ് റെയ്നോൾഡ്സ് നമ്പർ ഓഫ് ദ ഫ്ലോ ആർ നോൺ. നമുക്ക് റിലേറ്റീവ് റഫ്നെസ്സും റെയ്നോൾഡ്സ് നമ്പറും അറിയുമെങ്കിൽ നമുക്കൊരു പൈപ്പിൻ്റെ ഫ്രിക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ മൂഡീസ് ചാർട്ട് സഹായകരമാകും. നമുക്കറിയാം റിലേറ്റീവ് റഫ്നെസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഇ, വേർ എപ്സിലോൺ ഈക്വൽ ടു മീൻ ഹൈറ്റ് ഓഫ് റഫ്നെസ് ആൻഡ് ഡി ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് പൈപ്പ്. നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് കുറച്ച് മെറ്റീരിയൽസിൻ്റെ റഫ്നെസ് വാല്യൂ ആണ്, ഫീറ്റിലും മില്ലിമീറ്ററിലുമാണ്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ചാർട്ട് ഉണ്ടല്ലോ, അത് സിംപ്ലിഫൈഡ് വ്യൂ ഓഫ് മൂഡീസ് ചാർട്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് റെഫറൻസ് ചെയ്ത് മൂഡീസ് ചാർട്ട് എന്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒബ്സർവേഷൻസ് ഫ്രം മൂഡീസ് ചാർട്ട് എന്തെന്നാൽ ഫോർ ലാമിനാർ ഫ്ലോ ദ ഫ്രിക്ഷൻ ഫാക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് റെയ്നോൾഡ്സ് നമ്പർ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സർഫസ് റഫ്നെസ്. അതായത് ഫ്രിക്ഷൻ ഫാക്ടർ എന്നത് ലാമിനാർ ഫ്ലോയിൽ സർഫസ് റഫ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫ്രിക്ഷൻ ഫാക്ടർ റെയ്നോൾഡ്സ് നമ്പർ കൂടുന്നതോടുകൂടി ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. At very large Reynolds number, the friction factor curves corresponding to specified relative roughness curves are nearly horizontal and thus the friction factors are independent of the Reynolds number. അതായത് ഉയർന്ന റെയ്നോൾഡ്സ് നമ്പർ എത്തുമ്പോൾ ഫ്രിക്ഷൻ ഫാക്ടർ റെയ്നോൾഡ്സ് നമ്പറിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയി പോകുന്നത് നമുക്ക് മൂഡീസ് ചാർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നതാണ് ഒരു യഥാർത്ഥ മൂഡീസ് ചാർട്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കുറച്ച് താരതമ്യേന ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെയുള്ള സിംപ്ലിഫൈഡ് വ്യൂ ഓഫ് മൂഡീസ് ചാർട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ള ടോപ്പിക് എനർജി ലോസസ് ഇൻ പൈപ്പ് ഫ്ലോ ആണ്. വെൻ ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ്, ദ ഫ്ലൂയിഡ് എക്സ്പീരിയൻസസ് സം റെസിസ്റ്റൻസ് ഡ്യൂ ടു വിച്ച് some of the energy of the fluid is lost. This loss of energy is classified as major energy loss and minor energy loss. Major energy loss is due to frictional resistance. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡാർസി-വെയ്ബാക്ക് ഇക്വേഷനും ചെസിസ് ഫോർമുലയും ഉപയോഗിച്ചത്. മൈനർ എനർജി ലോസസ് എന്ന് പറഞ്ഞാൽ മൈനർ എനർജി ലോസസ് occur in pipe lines due to the following reasons. ഈ പറയുന്ന റീസൺസ് കാരണമാണ് മൈനർ എനർജി ലോസസ് ഉണ്ടാകുന്നത്. എ സഡൻ എൻലാർജ്മെൻറ്റ് ഓഫ് പൈപ്പ്, ബി സഡൻ കോൺട്രാക്ഷൻ ഓഫ് പൈപ്പ്, സി ലോസ് അറ്റ് ദ എൻട്രൻസ് ആൻഡ് എക്സിറ്റ് ഓഫ് പൈപ്പ്, ഡി ലോസ് ഡ്യൂ ടു ബെൻഡ് ഇൻ പൈപ്പ്, ഇ ലോസ് ഡ്യൂ ടു ആൻ ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ്, എഫ് ലോസസ് ഇൻ വേരിയസ് പൈപ്പ് ഫിറ്റിങ്സ്. അപ്പോൾ ആദ്യം നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, മേജർ ലോസ് നമ്മൾ ആദ്യം പഠിച്ചു വെച്ചതാണ്. നമ്മളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഡെറൈവ് ചെയ്ത ഫോമുലയാണ് ഡാസീസ്-വെയ്ബാക്ക് ഇക്വേഷൻ. ഡാസീസ്-വെയ്ബാക്ക് ഇക്വേഷൻ അനുസരിച്ച് ഹെഡ് ലോസിൻ്റെ ഇക്വേഷൻ HF ഈക്വൽ ടു 4FL_V² ഡിവൈഡഡ് ബൈ 2GD ആണ്. അവിടെ HF എന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനും, L എന്നത് ലെങ്ത് ഓഫ് പൈപ്പും, D എന്നത് ഡയമീറ്റർ ഓഫ് പൈപ്പും, V എന്നത് മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോയും, F എന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനുമാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് വേറൊരു ഇക്വേഷൻ ലഭിച്ചിരുന്നു. F ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ RE ഫോർ റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 2000, അതായത് ലാമിനാർ ഫ്ലോക്കാണെങ്കിൽ.
പിന്നെ ടർബുലൻറ്റ് ഫ്ലോക്ക് ആണെങ്കിൽ F ഈക്വൽ ടു 0.079 ഡിവൈഡഡ് ബൈ RE റേസ് ടു 1/4 ഫോർ RE വാരിയിങ് ഫ്രം 4000 ടു 10 റേസ് ടു 6, അതായത് ടർബുലൻറ്റ് ഫ്ലോയിൽ. അടുത്തത് ചെഷീസ് ഫോർമുല നമ്മൾ പഠിച്ചതാണ്. V ഈക്വൽ ടു C ഇൻറ്റു റൂട്ട് MI. അവിടെ C എന്നത് ചെഷീസ് കോൺസ്റ്റൻറ്റും M എന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓർ ഹൈഡ്രോളിക് റേഡിയസ്. നമുക്കറിയാം M എന്നത് ഏരിയ ഓഫ് ഫ്ലോ ഡിവൈഡഡ് ബൈ വെക്റ്റർ പെരിമീറ്റർ എന്ന ഫോർമുല ഉപയോഗിച്ചാണ് നമുക്ക് M കണ്ടുപിടിക്കാൻ പറ്റിയത്. I എന്നത് ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ശ്രദ്ധിക്കണം, I എന്ന് പറയുന്നത് ഹെഡ് ലോസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, വെറും ഹെഡ് ലോസ് അല്ല. ഇനി മൈനർ ലോസ് എന്താണെന്ന് ഒന്ന് നോക്കാം നമുക്ക്. Minor loss, the loss of energy due to sudden change of velocity of the flowing fluid in magnitude or direction is called minor losses. Minor losses നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത 6 ഫാക്ടർ മൂലമാണ് ഉണ്ടാകുന്നത്. നമ്മൾ വലിയൊരു പൈപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മൈനർ ലോസസ് എന്നത് വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ അത് ഓഫൺ നെഗ്ലക്റ്റ് ചെയ്തു പോവാറാണ് പതിവ്. പക്ഷേ ചെറിയ പൈപ്പിൻ്റെ കാര്യത്തിൽ അതല്ല സ്ഥിതി. കാരണം ചെറിയ പൈപ്പിൽ മൈനർ ലോസസ് പോലും വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നതാണ്. മൈനർ ലോസസ് ആർ കമ്പയറബിൾ വിത്ത് ദ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ മൂലമുണ്ടാകുന്ന ലോസിനോട് കിടപിടിക്കുന്നതാണ് അവിടുത്തെ മൈനർ ലോസ്. അതുകൊണ്ട് തന്നെ ആ ഷോർട്ട് പൈപ്പ്സിൽ മൈനർ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഫാക്ടറാണ് എടുക്കാൻ പോകുന്നത്, ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആ ഫിഗറിൽ നമ്മൾ ചെറിയ ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പിൽ നിന്ന് വലിയ ഡയമീറ്റർ ഉള്ള ഒരു പൈപ്പ് കണക്ട് ചെയ്യുന്ന സിറ്റുവേഷനാണ് എടുത്തിരിക്കുന്നത്. ആ വലിയ പൈപ്പ് ആകാം, അല്ലെങ്കിൽ സെക്ഷൻ 2-ൽ ഒരു റിസർവോയർ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ സെക്ഷൻ 1 എടുത്തിരിക്കുന്നത് ചെറിയ ഡയമീറ്ററുള്ള പൈപ്പിലും സെക്ഷൻ 2 എടുത്തിരിക്കുന്നത് വലിയ ഡയമീറ്ററുള്ള പൈപ്പിലുമാണ്. നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാകും. സെക്കൻഡ് സെക്ഷനിൽ അവിടെ എഡ്ഡീസ് രൂപപ്പെട്ടിരിക്കുന്നത് കാണാം. ആ എഡ്ഡീസ് ലോസ് ആണ് ഈ ലോസ് മൈനർ ലോസ്, അതായത് എൻലാർജ്മെൻറ്റ് മൂലമുണ്ടാകുന്ന ഈ ലോസിന് കാരണം. ഇപ്പോൾ നമുക്ക് V1 എന്നത് സെക്ഷൻ 1-ലെ വെലോസിറ്റിയും V2 എന്നത് സെക്ഷൻ 2-ലെ വെലോസിറ്റിയുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ് എന്നത് HE ഈക്വൽ ടു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G എന്നാണ് ഫോർമുല. അടുത്തത് ഹെഡ് ലോസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ. Due to sudden contraction, the flow converges to a minimum cross-sectional area called vena contracta and then expands to fill full cross-section of the pipe suddenly. The accelerating flow is stable and there is little loss of head between the entrance and vena contracta. Thus, the loss of head due to sudden contraction is actually due to sudden enlargement from vena contracta to the cross-section of smaller pipe. നമുക്കറിയാം വീന കോൺട്രാക്റ്റ ഈസ് ദ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് സ്ട്രീം where the diameter of the stream is least and fluid velocity is at its maximum. അതായത് ആ ഫ്ലൂയിഡ് ഫ്ലോയിലെ ഏറ്റവും മിനിമം ക്രോസ് സെക്ഷൻ വരുന്ന ഏരിയയാണ് വീന കോൺട്രാക്റ്റ. അപ്പോൾ സഡൻ കോൺട്രാക്ഷൻ മൂലമുണ്ടാകുന്ന ലോസ് ആണെങ്കിൽ പോലും അവിടെ ഉണ്ടാകുന്ന ലോസ് എന്നത് വീന കോൺട്രാക്റ്റയിൽ നിന്ന് ആ ക്രോസ് സെക്ഷൻ ഉള്ള പൈപ്പിലേക്ക് ഉള്ള എൻലാർജ്മെൻറ്റ് മൂലമാണ് അവിടെ ഉണ്ടാകുന്ന ലോസ്. നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ആ വീന കോൺട്രാക്ട് എന്ന റീജിയൻ്റെ മുകളിലും താഴത്തുമായിട്ട് എഡീസ് ഫോം ചെയ്തത്. അപ്പോൾ ശരിക്കും കോൺട്രാക്ഷൻ മൂലമാണ് ഹെഡ് ലോസ് ഉണ്ടാകുന്നതെങ്കിലും വീന കോൺട്രാക്റ്റയിൽ നിന്ന് രണ്ടാമത്തെ ക്രോസ് സെക്ഷനിലുള്ള പൈപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന എൻലാർജ്മെൻറ്റ് മൂലമാണ് അവിടെ ശരിക്കും മൈനർ ലോസ് ഉണ്ടാകുന്നത്. നമുക്ക് ഇനി ഇക്വേഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. HC ഈക്വൽ ടു K ഇൻറ്റു V2 സ്ക്വയർ ഡിവൈഡ് ബൈ 2G, വേർ V2 എന്നത് സെക്കൻഡ് സെക്ഷനിലെ വെലോസിറ്റിയും K എന്നത് കോയിഫിഷ്യൻ്റ് ഓഫ് സഡൻ കോൺട്രാക്ഷനും K equal to 1/cc minus 1 whole square, where cc is the coefficient of contraction. അത് നമുക്ക് കിട്ടുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് C, അതായത് വീന കോൺട്രാക്റ്റയിലെ ക്രോസ് സെക്ഷൻ ഡിവൈഡ് ബൈ സെക്ഷൻ 2-ലെ ക്രോസ് സെക്ഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് CC എന്ന കോയിഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ ലഭിക്കുന്നത്. ഇഫ് ദ വാല്യൂ ഓഫ് CC ഈസ് നോട്ട് ഗിവൺ, നമുക്ക് K 0.5 ആയിട്ട് എടുക്കാവുന്നതാണ്. അടുത്ത തരം ലോസാണ് ഹെഡ് ലോസ് അറ്റ് എൻട്രൻസ് ഓഫ് പൈപ്പ്. ഈ ഒരു തരം ലോസ് ഉണ്ടാകുന്നത് പൈപ്പ് കണക്റ്റഡ് ടു എ റിസർവോയർ എന്ന സിറ്റുവേഷനിലാണ് ഉണ്ടാകുന്നത്. റിസർവോയറിൽ നിന്നുള്ള വെള്ളം പൈപ്പിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലോസാണ് ഹെഡ് ലോസ് അറ്റ് എൻട്രൻസ് ഓഫ് എ പൈപ്പ്. ആ പൈപ്പ് റിസർവോയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഷേപ്പ് അനുസരിച്ചും അത് വ്യത്യാസപ്പെടാം. കാരണം ഷാർപ്പ് എഡ്ജസ് ആണെങ്കിൽ ലോസ് കൂടുതലും റൗണ്ടഡ് എഡ്ജസ് ആണെങ്കിൽ അതിനേക്കാൾ കുറവ് ലോസുമാകും ഉണ്ടാവുക.
അപ്പോൾ ഇൻ പ്രാക്ടിക്കൽ ദിസ് ലോസ് ഫോർ എ ഷാർപ്പ് കോർണേഡ് എൻട്രൻസ് ഈസ് ഗിവൺ ബൈ HI equal to 0.5 into V square divided by 2G, where V is the velocity of liquid in pipe. അടുത്തത് head loss at exit of a pipe. The exit end of a pipe carrying liquid may be either left free so that the liquid is discharged freely to atmosphere, or it may be connected to a large reservoir or tank. Some energy loss occurs at the exit of pipe, which is known as head loss at exit of pipe. Then equation H0 equal to V square by 2G, where V is equal to velocity at outlet of pipe. അടുത്തത് head loss due to bend in pipe. When there is a bend in a pipe, the velocity of flow changes, due to which separation of flow from boundary and also formation of eddies take place. Thus, energy is lost. Head loss in pipe bend is expressed as HB equal to K V square by 2G, where V is the velocity of flow, where K is coefficient of bend. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംഗിൾ ഓഫ് ബെൻഡിനെയും റേഡിയസ് ഓഫ് ബെൻഡിനെയും പൈപ്പ് ഡയമീറ്ററുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ എഡ്ഡി ഫോർമേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ മൈനർ ലോസ് ഉണ്ടാകുന്നത്. അടുത്തതാണ് ഹെഡ് ലോസ് ഇൻ പൈപ്പ് ഫിറ്റിങ്സ്. നമ്മൾ പൈപ്പിൽ ഫിറ്റ് ചെയ്യുന്ന വാൾവ്സ്, കപ്ലിങ്സ് തുടങ്ങിയ കമ്പോണൻസ് മൂലമുണ്ടാകുന്ന ലോസസ് ആണ് ഹെഡ് ലോസ് ഇൻ പൈപ്പ് ഫിറ്റിങ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ H fittings equal to K into V square divided by 2G, where V equal to velocity of flow and K equal to coefficient of pipe fitting. അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ അഥവാ HGL എന്ന ടോപ്പിക്കാണ്. നമ്മൾ ബെർണോളി ഇക്വേഷനിൽ കണ്ടതാണ് ടോട്ടൽ ഹെഡ് ഈക്വൽ ടു P ബൈ റോ ജി പ്ലസ് V സ്ക്വയർ ബൈ 2G പ്ലസ് സെറ്റ് എന്ന ഇക്വേഷൻ. അതായത് ദ സം ഓഫ് പ്രഷർ ഹെഡ് ആൻഡ് ഡാറ്റം ഹെഡ് അറ്റ് എനി പോയിന്റ് റെപ്രസെൻറ്റ്സ് പീസോമെട്രിക് ഹെഡ്. അപ്പോൾ പീസോമെട്രിക് ഹെഡ് എന്നത് പ്രഷർ ഹെഡിൻ്റെയും ഡാറ്റം ഹെഡിൻ്റെയും സം ആണ്. പീസോമെട്രിക് ഹെഡ് ഈക്വൽ ടു P ബൈ റോ ജി പ്ലസ് സെറ്റ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന V സ്ക്വയർ ബൈ 2Gക്ക് പറയുന്ന പേരാണ് ഡൈനാമിക് ഹെഡ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കാണുന്നത് വേരിയസ് സെക്ഷൻസ് ഓഫ് പൈപ്പിൽ നമ്മൾ പീസോമെട്രിക് ട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതായത് ഇഫ് പീസോമെട്രിക് ട്യൂബ്സ് ആർ ഇൻസ്റ്റാൾഡ് അറ്റ് സെവറൽ പോയിൻറ്റ്സ് അലോങ് ദ പൈപ്പ് ലൈൻ, the rise of liquid in the tube will corresponds to the piezometric head. അതായത് ആ ട്യൂബിൽ റൈസ് ചെയ്തിരിക്കുന്ന ലെവലിനെയാണ് നമുക്ക് പീസോമെട്രിക് ഹെഡ് എന്ന് പറയാൻ പറ്റുന്നത്. അത് ഓരോ സെക്ഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ പീസോമെട്രിക് ഹെഡിനെ എല്ലാത്തിനെയും ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഒപ്റ്റൈൻ ചെയ്ത ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈൻ. If a line is drawn by joining the piezometric liquid levels at various points, the line obtained is called hydraulic gradient line. Or HGL can be defined as the line which shows the variation in piezometric head along the pipe line at various points in the flow direction. ഫ്ലോ ഡയറക്ഷനിലുള്ള പീസോമെട്രിക് ഹെഡിൻ്റെ വേരിയേഷൻ കാണിച്ചു തരുന്ന ഒരു ലൈനായിട്ട് നമുക്ക് HGLനെ എടുക്കാം. അടുത്തത് ടോട്ടൽ എനർജി ലൈൻ. ടോട്ടൽ ഹെഡ് വിത്ത് റെസ്പെക്ട് ടു എനി ആർബിട്രറി ഡേറ്റം ഈസ് ദ സം ഓഫ് പ്രഷർ ഹെഡ്, വെലോസിറ്റി ഹെഡ് ആൻഡ് ഡേറ്റം ഹെഡ്. അപ്പോൾ ടോട്ടൽ ഹെഡ് ഈക്വൽ ടു pressure head plus velocity head plus datum head. Total head equal to P by rho G plus V square by 2G plus set. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ TEL can be defined as the line which shows the variation in head along the pipe line at various points in the flow direction. Because of major and minor losses, a part of energy is dissipated as the fluid flows. Thus, there is a head loss in the direction in which fluid flows. അതായത് ആ ഫിഗറിൽ നോക്കിയാൽ നമുക്ക് രണ്ട് ലൈൻ കാണാൻ സാധിക്കും. ഒന്ന് ഐഡിയൽ ടോട്ടൽ എനർജി ലൈൻ, അതായത് ശരിക്കുള്ള നമ്മളുടെ തിയറിറ്റിക്കൽ ആയ ടോട്ടൽ എനർജി ലൈനാണ് ആ ഡോട്ടഡ് ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴെ സ്ലാൻഡായി പോകുന്ന ഒരു ലൈൻ അതാ അവിടെ ടോട്ടൽ എനർജി ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് കാരണം നമുക്ക് ആ പൈപ്പ് ഫ്ലോയിൽ ഉണ്ടാകുന്ന മേജർ ആൻഡ് മൈനർ ലോസസ് ആണ്. ആ ഫ്ലോ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഇടയിൽ അവിടെ ലോസസ് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഐഡിയൽ ടോട്ടൽ എനർജി ലൈനിൽ നിന്ന് ടോട്ടൽ എനർജി ലൈൻ ഡിഫ്ലക്റ്റായി പോകുന്നത് നമുക്ക് കാണാം. അതിനുള്ള ഡിഫറൻസ് ആണ് അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഹെഡ് ലോസ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ടോട്ടൽ എനർജി ലൈനും ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനും തമ്മിലുള്ള വ്യത്യാസം. കാരണം ടോട്ടൽ എനർജി ലൈനിൽ നമ്മൾ V സ്ക്വയർ ബൈ 2G എന്ന ഡൈനാമിക് ഹെഡ് കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഡൈനാമിക് അല്ലെങ്കിൽ വെലോസിറ്റി ഹെഡ്. എന്നാൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻറ്റ് ലൈനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രഷർ ഹെഡും ഡേറ്റം ഹെഡും മാത്രമാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് HGL ആൻഡ് TEL ഫോർ പൈപ്പിംഗ് സിസ്റ്റംസ് ബിറ്റ്വീൻ ടു റിസർവോയർ എന്ന ടോപ്പിക്കാണ്. ഈ കാണുന്ന ഫിഗർ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
ഈ പൈപ്പിംഗ് സിസ്റ്റത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം വെലോസിറ്റി ഈസ് എസെൻഷ്യലി സീറോ. ആ റിസർവോയിൽ വെലോസിറ്റി സീറോ ആണ്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണ്. റിസർവോയറിൽ നിന്ന് പൈപ്പിംഗ് സിസ്റ്റത്തിലേക്ക് വാട്ടർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടോട്ടൽ എനർജി ലൈനിലും ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനിലും ഒരു ഡിപ്പ് കാണാൻ സാധിക്കും. അതിന് കാരണം അറ്റ് എൻട്രൻസ് ടു ദ പൈപ്പ് ഫ്രം റിസർവോയർ എൻട്രൻസ് ലോസസ് ആർ എക്സ്പീരിയൻസ്ഡ് ആൻഡ് TEL ഡ്രോപ്സ്. എൻട്രൻസ് ലോസസ് മൂലമാണ് അവിടെ ടോട്ടൽ എനർജി ലൈൻ ഡ്രോപ്പ് ചെയ്യുന്നത്. ദർ ഈസ് ഓൾസോ എ ഫോൾ ഇൻ HGL ഡ്യൂ ടു ലിക്വിഡ് നൗ ഫ്ലോയിങ് വിത്ത് എ സർട്ടൻ വെലോസിറ്റി. കാരണം പൈപ്പ് സിസ്റ്റത്തിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു വെലോസിറ്റി അതിന് കൈവരിക്കുന്നു. അതുമൂലം തന്നെ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനും ടോട്ടൽ എനർജി ലൈനും തമ്മിൽ ഒരു സെപ്പറേഷൻ വരുന്നു. കാരണം നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത് പീസോമെട്രിക് ഹെഡായിരുന്നു HGL കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ TEL ആണെങ്കിൽ നമ്മൾ ഡൈനാമിക് ഹെഡ് കൂടി കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൽ തമ്മിൽ ഡിഫറൻസ് വരുന്നതായി നമുക്ക് കാണാം. എന്നാൽ ആ പൈപ്പ് 1 നിന്ന് പൈപ്പ് 2 എത്തുമ്പോൾ അവിടെ എക്സിറ്റ് ലോസ് ഉണ്ടാകുന്നത് മൂലം TEL എന്ന ലൈൻ വീണ്ടും ഡ്രോപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാം. എന്നാൽ അവിടെ HGL ഉയരുകയാണ് ചെയ്യുന്നത്. TELും HGLും തമ്മിലുള്ള ഗ്യാപ്പ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ചെറിയ പൈപ്പിൽ നിന്ന് വലിയ പൈപ്പിലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറയുകയും അതിനാൽ തന്നെ V²/2G എന്ന ഡൈനാമിക് ഹെഡിന് അവിടെ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രണ്ടും ഏകദേശം അടുത്ത് വരികയാണ് ചെയ്യുന്നത്. Because of pipe friction and all minor losses, TEL slopes downward in the direction of flow, drop at each transition being equal to the head loss experienced by that transition. Hydraulic gradient line may rise or fall depending upon the velocity and pressure changes, which are dictated by a variation in the cross-section of pipes comprising the pipe system. At the point, the difference in reservoir levels equals the sum of all head losses along the pipeline. ആ പൈപ്പ് ലൈനിൽ ഉണ്ടാകുന്ന എല്ലാ ഹെഡ് ലോസസിൻ്റെ സം എടുത്താൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ഹെഡിന് ഈക്വൽ ആയിരിക്കും. An abrupt rise in TEL and HGL would occur if mechanical energy is supplied to the liquid by means of pump. ടോട്ടൽ എനർജി ലൈനോ ഹൈഡ്രോളിക് ഗ്രേഡിയൻ്റ് ലൈനോ നമ്മൾ മെക്കാനിക്കൽ സിസ്റ്റംസ് ആയ പമ്പോ ടർബൈനോ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള മാറ്റം കാണാൻ സാധിക്കുന്നതാണ്. 7th point, there would be a drop in TEL and HGL when the energy is extracted from the liquid by installing a turbine. എനർജി എക്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ TELനും HGLനും ഡ്രോപ്പും, പമ്പ് ഉപയോഗിച്ച് എനർജി സപ്ലൈ ചെയ്യുകയാണെങ്കിൽ TEL ആൻഡ് HGLന് റൈസുമാണ് സംഭവിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് പൈപ്പ്സ് ഇൻ സീരീസ് എന്ന ടോപ്പിക്കാണ്, അഥവാ കോമ്പൗണ്ട് പൈപ്പ്. അവിടെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കൃത്യമായി കാണിച്ചിരിക്കുന്നതാണ് പൈപ്പ്സ് ഇൻ സീരീസ് എന്ന സിസ്റ്റം. അതായത് ഒരു പൈപ്പിന് അവസാനം മറ്റൊരു പൈപ്പ് ചേർത്ത് വെച്ച് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതാണ് പൈപ്പ്സ് ഇൻ സീരീസ് എന്ന സിസ്റ്റം. ദ പൈപ്പ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് ഡിഫറെൻറ്റ് ഡയമീറ്റേഴ്സ് കണക്റ്റഡ് എൻഡ് ടു എൻഡ് ഈസ് നോൺ ആസ് പൈപ്പ്സ് ഇൻ സീരീസ് ഓർ കോമ്പൗണ്ട് പൈപ്പ് അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ. അതായത് കണ്ടിന്യൂറ്റി ഇക്വേഷനിൽ നിന്ന് നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. Q = Q1 = Q2 = Q3. The total head loss due to friction for entire pipeline is the sum of head loss due to friction in all individual pipe neglecting minor losses. അതായത് ടോട്ടൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF എന്നത് HF1 പ്ലസ് HF2 പ്ലസ് HF3 ആണ്. അതായത് ഓരോ സെക്ഷനിലെയും ഹെഡ് ലോസിൻ്റെ സമ്മാണ് ടോട്ടൽ ഹെഡ് ലോസ് വരുന്നത്. ദ ഡിഫറൻസ് ഇൻ ലിക്വിഡ് സർഫസ് ലെവൽസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഹെഡ് ലോസസ് ഓൺ ദ പൈപ്പ്. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. ഇനി നമുക്ക് ഇക്വാലൻറ്റ് പൈപ്പ് എന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ആൻ ഇക്വാലൻറ്റ് പൈപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പൈപ്പ് ഓഫ് യൂണിഫോം ഡയമീറ്റർ ഹാവിംഗ് ഹെഡ് ലോസ് ആൻഡ് ഡിസ്ചാർജ് ഈക്വൽ ടു ദ ഹെഡ് ലോസ് ആൻഡ് ഡിസ്ചാർജ് ഓഫ് ആക്ച്വൽ കോമ്പൗണ്ട് പൈപ്പ് ഓഫ് സെവറൽ പൈപ്പ്സ് ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത്സ് ആൻഡ് ഡയമീറ്റർ. അതായത് നമ്മളിപ്പോൾ 1, 2, 3 എന്ന ഫിഗറിൽ കാണിച്ച പോലത്തെ സീരീസ് ആയിട്ട് പൈപ്പ്സ് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന ഡിസ്ചാർജും അതിലുണ്ടാകുന്ന ടോട്ടൽ ഹെഡ് ലോസും ഉള്ള ഒരു പൈപ്പിനെ, അതായത് ഒരു സിംഗിൾ പൈപ്പായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സിംഗിൾ പൈപ്പാണ് ഈ 1, 2, 3 എന്ന പൈപ്പ് ഉപയോഗിച്ചുണ്ടാക്കിയ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയ ഇക്വാലൻറ്റ് പൈപ്പ്. ദ യൂണിഫോം ഡയമീറ്റർ ഓഫ് ഇക്വാലൻറ്റ് പൈപ്പ് ഈസ് നോൺ ആസ് ഇക്വാലൻറ്റ് ഡയമീറ്റർ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയ ആ പൈപ്പിൻ്റെ ഡയമീറ്ററാണ് ഇക്വാലൻറ്റ് ഡയമീറ്റർ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ദ ലെങ്ത് ഓഫ് ഇക്വാലൻറ്റ് പൈപ്പ് ഈസ് കോൾഡ് ഇക്വാലൻറ്റ് ലെങ്ത്. അതുപോലെ തന്നെ ആ ഇക്വാലൻറ്റ് പൈപ്പിൻ്റെ ലെങ്ത്താണ് ഇക്വാലൻറ്റ് ലെങ്ത് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ സിസ്റ്റം ഒന്ന് നോക്കുക എല്ലാവരും. L1 എന്നത് ലെങ്ത് ഓഫ് പൈപ്പ് 1ഉം അതുപോലെ തന്നെ L2, L3
പിന്നെ D1 എന്നത് ഡയമീറ്റർ ഓഫ് പൈപ്പ് 1, അതേപോലെ തന്നെ D2, D3. ക്യാപിറ്റൽ H എന്നത് ടോട്ടൽ ഹെഡ് ലോസും സ്മോൾ d എന്നത് ഡയമീറ്റർ ഓഫ് ഇക്വാലൻറ്റ് പൈപ്പും L എന്നത് ലെങ്ത് ഓഫ് ഇക്വാലൻറ്റ് പൈപ്പുമാണ്. അങ്ങനെയാണെങ്കിൽ L = L1 + L2 + L3. ഇനി നമ്മൾ പഠിച്ചതാണ് ഡാസീസ് വെയ്ബാക്ക് ഇക്വേഷൻ. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടോട്ടൽ ഹെഡ് ലോസ് ഇൻ കോമ്പൗണ്ട് പൈപ്പ്. അതായത് നമ്മളവിടെ മൈനർ ലോസിനെ ഒന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇതൊരു വലിയ പൈപ്പിംഗ് സിസ്റ്റം ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ H = 4F1 L1 V1² / 2G D1 + 4F2 L2 V2² / 2G D2 + 4F3 L3 V3² / 2G D3 എക്സെട്ര എന്ന് കൊടുക്കാം. കാരണം ഇപ്പോൾ നമ്മൾ 3 സിസ്റ്റം എടുത്തുകൊണ്ടാണ് വെറും 3 ടേംസ് മാത്രം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എത്രത്തോളം പൈപ്പിംഗ് ആഡ് ചെയ്യുന്നു അത്രത്തോളം ടേംസും അവിടെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് നോക്കാം. Q = A1 × V1 = A2 V2 = A3 V3. അപ്പോൾ Q = π/4 D1² V1 = π/4 D2² V2 = π/4 D3² E3. അപ്പോൾ V1 = 4Q / π D1², V2 = 4Q / π D2², V3 = 4Q / π D3². അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സ്മോൾ f1 = സ്മോൾ f2 = സ്മോൾ f3 = f, where f is the coefficient of friction. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഇക്വേഷൻ 1 എങ്ങനെയായി മാറും? ക്യാപിറ്റൽ H = 4F L1 × 4Q / π D1² (2) / 2G D1 + 2 ടേം കൂടി വരും. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ H = 4 × 16F ക്യാപിറ്റൽ Q² / π² 2G × L1 / D1⁵ + L2 / D2⁵ + L3 / D3⁵. അതായത് നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. സോ ഹെഡ് ലോസ് ഇൻ ഇക്വാലൻറ്റ് പൈപ്പ് ടേക്കിംഗ് സെയിം വാല്യൂ ഓഫ് സ്മോൾ എഫ് ആസ് ഇൻ കോമ്പൗണ്ട് പൈപ്പ് എന്താവും? H = 4F L V² / 2GD. ഇത് എന്തിൻ്റെ കേസാണ്? ഇക്വാലൻറ്റ് പൈപ്പിൻ്റെ കേസാണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ സീരീസിൽ കണക്ട് ചെയ്ത പൈപ്പ്സിൻ്റെ കേസാണ്. സോ ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം ഇത് രണ്ടും. അതിന് മുന്നേ നമുക്ക് നോക്കാം. V = Q / π/4 D² = 4Q / π D². So H = 4F L 4Q / π D² / 2GD. So H എന്താവും? H = 4 × 16 FQ² / π² 2G × L/D⁵. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. സോ അത് രണ്ടുകൂടിയും ഇക്വേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണ് കിട്ടുന്നത്? ക്യാപിറ്റൽ L / D⁵ = L1 / D1⁵ + L2 / D2⁵ + L3 / D3⁵. അതിന് നമുക്ക് ഇക്വേഷൻ 4 എന്നെടുക്കാം. ഇക്വേഷൻ 4 ആണ് ഡിപ്യൂട്ട്സ് ഇക്വേഷൻ ആയി അറിയപ്പെടുന്നത്. ഇൻ ദിസ് ഇക്വേഷൻ L = L1 + L2 + L3 and D1, D2, D3 are known. Hence, equivalent diameter of pipe D can be obtained. അതായത് ഇക്വലൻ്റ് പൈപ്പിൻ്റെ ഡയമീറ്ററായ സ്മോൾ ലെറ്റർ D നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. എപ്പോൾ L1, L2, L3 കിട്ടുകയാണെങ്കിൽ പിന്നെ ഓരോ പൈപ്പിൻ്റെയും ഡയമീറ്ററും നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഇക്വലൻ്റ് പൈപ്പിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അടുത്തതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ പൈപ്പ്സ് ഇൻ സീരീസിന് പകരം പൈപ്പ്സ് ഇൻ പാരലൽ. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതാണ് പൈപ്പ്സ് ഇൻ പാരലൽ എന്നതിനുള്ളൊരു ഇല്ലുസ്ട്രേഷൻ. അപ്പം നോക്കാം അവിടുന്ന്. കൺസിഡർ എ മെയിൻ പൈപ്പ് വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 branches and again joined together in the downstream to form a single pipe. The branched pipes are said to be in parallel. When pipes are connected in parallel, discharge എന്താവും? Q = Q1 + Q2. Head loss due to friction in each branch is the same. അതായത് HF = HF1 = HF2. പക്ഷേ നേരത്തെ കേസിൽ എന്തായിരുന്നു? Q = Q1 = Q2 = Q3 എന്നും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF = HF1 + HF2 + HF3 എന്നായിരുന്നു. പക്ഷേ പാരലലിൽ വരുമ്പോൾ നേരെ തിരികെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഡാസി വെയ്ബാക്ക് ഇക്വേഷനിൽ നോക്കിയാൽ തന്നെ HFൻ്റെ ഇക്വേഷനിൽ നോക്കിയാൽ തന്നെ അതിൽ വരുന്ന എല്ലാ ഫാക്ടറും ആ മുകളിലെ സെക്ഷനിലും താഴത്തെ സെക്ഷനും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ മുകളിലും താഴത്തും ഉണ്ടാകുന്ന ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ സെയിം ആയിരിക്കും. എന്നാൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അത് സെപ്പറേറ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് മുകളിലേക്കും താഴേക്കും. അതുകൊണ്ടാണ് അവിടെ ഡിസ്ചാർജ് Q = Q1 + Q2 എന്ന് വരാൻ കാരണം.
ആ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് അതിന് വരുന്ന ഏത് പ്രോബ്ലംസും കണ്ടുപിടിക്കാം യൂസിങ് ഡ്യൂപിക്സ് ഇക്വേഷൻ. സോ അടുത്ത ടോപ്പിക്കാണ് പവർ ട്രാൻസ്മിഷൻ ത്രൂ പൈപ്സ്. Power is transmitted through pipes by flowing water or other liquid through them. The power transmitted depends upon the weight of the fluid flowing through the pipe. Second, the total head available at the end of the pipe. ഇനി നമുക്ക് പവർ ഡിറൈവ് ചെയ്യാം, പവറിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. കൺസിഡർ എ പൈപ്പ് ലൈൻ എ ബി കണക്റ്റഡ് ടു എ ടാങ്ക്. അതായത് എ ബി എന്ന പൈപ്പ് ലൈൻ നമ്മളൊരു ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പൈപ്പ്, എ ബി എന്ന പൈപ്പിൻ്റെ ലെങ്ത് ആണ്. ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡ് അവൈലബിൾ അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ പൈപ്പ്. അതായത് ആ ടാങ്കിൽ നിന്ന് പൈപ്പിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹെഡാണ് ക്യാപിറ്റൽ എച്ച്. ക്യാപിറ്റൽ വി എന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ പൈപ്പ്, പൈപ്പിലെ വെലോസിറ്റിയുടെ ഫ്ലോ ആണ് ക്യാപിറ്റൽ വി. സ്മോൾ ലെറ്റർ എഫ് എന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും, സ്മോൾ ലെറ്റർ ഡി എന്നത് ഡയമീറ്റർ ഓഫ് പൈപ്പും, എച്ച് എഫ് എന്നത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനുമാണ്. അപ്പോൾ നമുക്ക് ഇഫ് മൈനർ ലോസസ് ആർ നെഗ്ലക്റ്റഡ്, അതായത് നമ്മൾ മൈനർ ലോസസ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ദ ഹെഡ് അവൈലബിൾ അറ്റ് ദ ഔട്ട്ലെറ്റ് ഓഫ് ദ പൈപ്പ്, അതായത് പൈപ്പിൻ്റെ പുറത്ത് ലഭിക്കുന്ന ഹെഡ് എന്നത് എന്തായിരിക്കും? ഇൻപുട്ടുള്ള ഹെഡ് മൈനസ് ആ പൈപ്പിലൂടെയുള്ള ഫ്ലോ കാരണം ഉണ്ടാകുന്ന ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അതായത് ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് എഫ്. എച്ച് എഫിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡാർസി വെയ്ബക്ക് ഇക്വേഷൻ അറിയാം, ക്യാപിറ്റൽ എച്ച് മൈനസ് 4FL_V² ഡിവൈഡ് ബൈ 2GD. അത് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം. പിന്നെ അടുത്തത് വെയിറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ് പെർ സെക്കൻഡ് എന്നത് W ഈക്വൽ ടു വെയിറ്റ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ആണ്. സോ ഈക്വൽ ടു റോ ജി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി, അതായത് റോ ജി എ വി. അത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. സോ പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ പൈപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? P ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ പെർ സെക്കൻഡ് ഇൻറ്റു ഹെഡ് അറ്റ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇക്വേഷൻ 1ഉം 2ഉം കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ P ഈക്വൽ ടു റോ ജി എ വി ഇൻറ്റു എച്ച് മൈനസ് 4FL_V² ഡിവൈഡ് ബൈ 2GD. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് എടുക്കാം. നമുക്ക് ഡിസ്ചാർജ് എന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റിയെ ഡിസ്ചാർജ് എന്നായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ വി എന്ന ടേം ക്യൂവിനാൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെടും. സോ അതിനെ ഇക്വേഷൻ നമ്പർ 4 ആക്കി എടുക്കാം. സോ P ഈക്വൽ ടു റോ ജി ക്യൂ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എഫ്. അതാണ് നമ്മുടെ 4th ഇക്വേഷൻ. അതാണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നമുക്ക് എഫിഷ്യൻസി ഓഫ് പവർ ട്രാൻസ്മിഷൻ ഒന്ന് നോക്കാം. എഫിഷ്യൻസി ഓഫ് പവർ ട്രാൻസ്മിഷൻ എന്നത് പവർ അവൈലബിൾ അറ്റ് ഔട്ട്ലെറ്റ് ഓഫ് പൈപ്പ് ഡിവൈഡഡ് ബൈ പവർ സപ്ലൈഡ് അറ്റ് ഇൻലെറ്റ് ഓഫ് പൈപ്പ് എന്നതിന് ഈക്വൽ ആണ്. സോ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു റോ ജി ക്യൂ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എഫ് ഡിവൈഡ് ബൈ റോ ജി ക്യൂ എച്ച്, അതായത് ഇൻലെറ്റിലുള്ള ഹെഡാണ് ക്യാപിറ്റൽ എച്ച്. സോ ഈറ്റ ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് എഫ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എച്ച് എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് മാക്സിമം ട്രാൻസ്മിഷൻ ഓഫ് പവർ കിട്ടാനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. നമുക്കറിയാം പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ പൈപ്പ് എന്താണ്? ക്യാപിറ്റൽ P ഈക്വൽ ടു റോ ജി ക്യൂ ഇൻറ്റു എച്ച് മൈനസ് 4FL_V² ഡിവൈഡ് ബൈ 2GD എന്നാണ്. അത് നമുക്ക് എങ്ങനെ ആക്കി മാറ്റി എഴുതാം? P ഈക്വൽ ടു റോ ജി എ ഇൻറ്റു എച്ച് വി മൈനസ് 4FL_V³ ഡിവൈഡ് ബൈ 2GD എന്നാക്കി മാറ്റി എഴുതാം. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം. സോ ഇക്വേഷൻ എയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നത്? പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ പൈപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ വെലോസിറ്റി ഓഫ് ഫ്ലോ വെൻ അതർ തിങ്സ് ആർ കോൺസ്റ്റൻറ്റ്. ദെർഫോർ ദ പവർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദ പൈപ്പ് ഈസ് മാക്സിമം വെൻ, എപ്പോൾ ബാക്കിയുള്ള തിങ്സൊക്കെ കോൺസ്റ്റൻ്റ് ആയി എടുക്കുകയാണെങ്കിൽ വിനെ ആണ് പവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഡി പി ഡിവൈഡ് ബൈ ഡി വി ഈക്വൽ ടു 0 എന്ന കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഡി ബൈ ഡി വി ഓഫ് റോ ജി എ ഇൻറ്റു എച്ച് വി മൈനസ് 4FL_V³ ഡിവൈഡഡ് ബൈ 2GD ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റെപ്സ് എല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ക്യാപിറ്റൽ എച്ച് മൈനസ് 3HF ഈക്വൽ ടു 0. സോ HF ഈക്വൽ ടു 1/3H. അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്പ്, ആ പൈപ്പിലൂടെയുള്ള ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്നത് ടോട്ടൽ ഹെഡിൻ്റെ 1/3 ആകുമ്പോഴാണ് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്മിഷൻ ലഭിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കിപ്പോൾ ലഭിച്ച ഈ മാക്സിമം പവർ ട്രാൻസ്മിഷന് കറസ്പോണ്ടിങ് ആയ എഫിഷ്യൻസി എത്രയാണ് നോക്കാം. നമുക്ക് പവർ ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഈറ്റ ഈക്വൽ ടു എച്ച് മൈനസ് എച്ച് എഫ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എച്ച്. ഫോർ മാക്സിമം പവർ ട്രാൻസ്മിഷൻ HF ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ 3 നമുക്ക് ഇപ്പോൾ കിട്ടി. സോ ദസ് ദ എഫിഷ്യൻസി കറസ്പോണ്ട്സ് ടു ദ മാക്സിമം പവർ ട്രാൻസ്മിഷൻ എന്തായിരിക്കും? ഈറ്റ മാക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എച്ച് മൈനസ് H/3 ഡിവൈഡ് ബൈ എച്ച്. അതായത് നമ്മൾ HFന് അവിടെ ക്യാപിറ്റൽ H/3 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
സോ നമുക്ക് എന്ത് കിട്ടും? ഈറ്റ മാക്സ് ഈക്വൽ ടു 2h ഡിവൈഡഡ് ബൈ 3h ഈക്വൽ ടു 2/3, അതായത് 66.67% ആണ് നമുക്ക് കിട്ടുന്ന എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക്കാണ് ഫ്ലോ ത്രൂ സൈഫൺ. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ എന്താണ്? ഒരു അപ്ഹിൽ നിന്ന് റിസർവോയറിൽ നിന്ന് പൈപ്പ് ലോവർ റിസർവോയറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ പൈപ്പിനെയാണ് നമ്മൾ സൈഫൺ എന്ന് പറയുന്നത്. അവിടെ മുകളിൽ സി എന്ന പോയിന്റിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് സമ്മിറ്റ്. ആ ഫസ്റ്റ് റിസർവോയറിൻ്റെ ഫ്ലൂയിഡ് ലെവലിൽ നിന്ന് സമ്മിറ്റിലേക്കുള്ള ദൂരമാണ് സ്മോൾ ലെറ്റർ എച്ച് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സൈഫൺ എന്താണെന്ന് നോക്കാം. സൈഫൺ ഈസ് എ ലോങ് ബെൻഡ് പൈപ്പ് വിച്ച് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ലിക്വിഡ് ഫ്രം എ റിസർവോയർ അറ്റ് ഹയർ എലിവേഷൻ ടു അനദർ റിസർവോയർ അറ്റ് എ ലോവർ ലെവൽ when the two reservoirs are separated by a hill or high level ground. അതായത് ഈ രണ്ട് റിസർവോയറും ഒരു ഹില്ലിനാലോ അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ ഗ്രൗണ്ടിനാലോ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഫ്ലൂയിഡ് ഫ്ലോക്കായി ഉപയോഗിക്കുന്ന ലോങ് ബെൻഡ് പൈപ്പിനെയാണ് സൈഫൺ എന്ന് പറയുന്നത്. ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ സൈഫൺ ഈസ് കോൾഡ് സമ്മിറ്റ്. അതായത് നമ്മൾ നേരത്തെ നോട്ട് ചെയ്ത പോയിന്റ് സി ആണ് സമ്മിറ്റ്. അതാണ് സൈഫണിലെ ഹയസ്റ്റ് പോയിൻ്റായി വരുന്നത്. ദ പ്രഷർ ഓൺ ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ടാങ്ക് എ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് റിസർവോയർ എയുടെ ഫ്രീ സർഫസിൽ ഉണ്ടാകുന്ന പ്രഷറാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, കാരണം അത് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആണ്. ആസ് ദ സമ്മിറ്റ് ഈസ് എബവ് ദ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഇൻ ടാങ്ക് എ, ദ ഫ്ലോ ത്രൂ ദ സൈഫൺ ഈസ് പോസിബിൾ ഓൺലി ഇഫ് ദ പ്രഷർ അറ്റ് ദ സമ്മിറ്റ് ഈസ് ബിലോ ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് വാക്യൂം പ്രഷർ. അതായത് ഈ ഒരു കേസിൽ എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പോയിന്റ് സി, അതായത് സമ്മിറ്റിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു നെഗറ്റീവ് പ്രഷറാണ്. ആ നെഗറ്റീവ് പ്രഷർ സമ്മിറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എയിൽ നിന്ന് ബിയിലേക്ക് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ തന്നെ വെള്ളം ഫ്ലോ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇനി സൈഫൺ അറേഞ്ച്മെൻറ്റ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ക്യാരി വാട്ടർ ഫ്രം വൺ റിസർവോയർ ടു അനദർ റിസർവോയർ സെപ്പറേറ്റഡ് ബൈ എ ഹിൽ. രണ്ടാമത് ടു എംപ്റ്റി ദ പെട്രോൾ ടാങ്ക് നോട്ട് പ്രൊവൈഡഡ് വിത്ത് എനി ഔട്ട്ലെറ്റ്. അതായത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ വേറെ ഒരു കുപ്പിയിലേക്കോ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സൈഫണിങ് ആണ് ചെയ്യുന്നത്. നമുക്ക് ഒരുപക്ഷെ അറിയില്ലെങ്കിൽ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു മെത്തേഡാണ്. മൂന്നാമതായിട്ട് ടു എംപ്റ്റി എ ചാനൽ നോട്ട് പ്രൊവൈഡഡ് വിത്ത് ഔട്ട്ലെറ്റ് സോഴ്സ്. അതായത് ഔട്ട്ലെറ്റ് സോഴ്സ് ഇല്ലാത്ത ഒരു ചാനലിനെ അത് എംപ്റ്റി ചെയ്യാൻ വേണ്ടിയിട്ടും സൈഫണിങ് ഉപയോഗിക്കാം. അടുത്തതാണ് വാട്ടർ ഹാമർ ഇൻ പൈപ്സ്. നമ്മൾ അവിടെ തന്ന ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. കൺസിഡർ എ ലോങ് പൈപ്പ് എ ബി ഈസ് കണക്റ്റഡ് അറ്റ് വൺ എൻഡ് ടു എ ടാങ്ക് കണ്ടെയ്നിങ് വാട്ടർ അറ്റ് ഹൈറ്റ് ക്യാപിറ്റൽ H ഫ്രം ദ സെൻറ്റർ ഓഫ് ദ പൈപ്പ്. അറ്റ് ദ അതർ എൻഡ് ഓഫ് പൈപ്പ് എ വാൾവ് ഈസ് റെഗുലേറ്റിംഗ് ദ ഫ്ലോ ഓഫ് വാട്ടർ. അതായത് എ ബി എന്നൊരു പൈപ്പ് ഒരു റിസർവോയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ വരെയുള്ള ഫ്രീ സർഫസ് എന്നുള്ള ഹൈറ്റാണ് ക്യാപിറ്റൽ H. ബി എന്ന പൊസിഷനിൽ അവിടെ ഒരു വാൾവും കൊടുത്തിട്ടുണ്ട്. When the valve is completely open, valve open ആണെങ്കിൽ water is flowing with a velocity v in the pipe. If the valve is suddenly closed, ആ വാൾവ് നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ the momentum of the flowing water will be destroyed. അതായത് അതുവരെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന വാട്ടറിൻ്റെ മൊമെൻറ്റം അവിടെ വെച്ച് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്, ആ വാൾവിൽ വെച്ച് ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്. ആൻഡ് കൺസിക്വൻ്റ്ലി എ വേവ് ഓഫ് ഹൈ പ്രഷർ വിൽ ബി സെറ്റപ്പ്. അതായത് തിരിച്ച് ഒരു പ്രഷർ വേവ് അവിടെ ഉണ്ടാകുന്നതാണ്. കാരണം അതുവരെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പ്രഷർ വേവ് ഫോം ചെയ്യപ്പെടുകയാണ്. ദിസ് വേവ് ഓഫ് ഹൈ പ്രഷർ വിൽ ബി ട്രാൻസ്മിറ്റഡ് അലോങ് ദ പൈപ്പ് വിത്ത് എ വെലോസിറ്റി ഈക്വൽ ടു ദ വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ആൻഡ് മേ ക്രിയേറ്റ് നോയ്സ് കോൾഡ് നോക്കിംഗ്. ഈ വാട്ടർ ഹാമർ മൂലം അവിടെ നോക്കിംഗ് ഉണ്ടാകുന്നതാണ്. ഓൾസോ ദിസ് വേവ് ഓഫ് ഹൈ പ്രഷർ ഹാസ് ദ effect of hammering action on the walls of the pipe and hence it is also known as water hammer. സ്ക്രീനിൽ കാണുന്ന ഇല്ലുസ്ട്രേഷൻ നിന്ന് നമുക്ക് വാട്ടർ ഹാമർ എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദ പ്രഷർ റൈസ് ഡ്യൂ ടു വാട്ടർ ഹാമർ ഡിപ്പെൻഡ്സ് upon velocity of flow of water in pipe, length of pipe, time taken to close the valve, elastic properties of materials of the pipe. The rise in pressure in some cases may be so large that the pipe may even burst, and therefore it is essential to take into account this pressure rise in design of pipes. അതായത് പൈപ്പ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ വാട്ടർ ഹാമറിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ കാണുന്ന ഫിഗറിൽ ഉള്ള പൈപ്പ്
വാട്ടർ ഹാമർ മൂലം തകർന്ന ഒരു പൈപ്പാണ്. സോ വാട്ടർ ഹാമർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഇൻ ദ ഫോളോയിങ് പ്രാക്ടിക്കൽ കേസസ്. പെൻസ്റ്റോക്ക് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അത്രയും ഫോഴ്സിലാണ് ആ പെൻസ്റ്റോക്കിലൂടെയൊക്കെ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. രണ്ടാമത്തത് സപ്ലൈ ലൈൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. തേർഡ് പൈപ്പ് ലൈൻ ഫോർ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ. ഈ 3 കേസിലും പൈപ്പിൻ്റെ ഡിസൈനിങ്ങിൽ വാട്ടർ ഹാമറിങ്ങിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നല്ലൊരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നത്. വാട്ടർ ഹാമറിലുള്ള പ്രഷർ റൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് വാട്ടർ ഹാമറിങ് എങ്ങനെ കുറയ്ക്കാമെന്നും മനസ്സിലാക്കാം. ആദ്യം വരുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ ഇൻ പൈപ്പാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ വാട്ടർ ഇൻ പൈപ്പ് കുറവാണെങ്കിൽ വാട്ടർ ഹാമറിങ്ങിന് ഉള്ള ചാൻസും കുറവാണ്. രണ്ടാമത്തേത് ലെങ്ത് ഓഫ് പൈപ്പും മൂന്നാമത്തേത് ടൈം ടേക്കൺ ടു ക്ലോസ് ദ വാൾവുമായിരുന്നു. വാൾവ് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ഒരു പ്രഷർ വേവ് ക്രിയേറ്റ് ആവുന്നതാണ്. എന്നാൽ മെല്ലെയാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ആ വാട്ടർ ഹാമറിങ് എഫക്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അടുത്ത ടോപ്പിക്കാണ് കാവിറ്റേഷൻ. ഈ മൊഡ്യൂളിലെ അവസാന ടോപ്പിക്കാണ് കാവിറ്റേഷൻ. The vapor pressure of a pure substance is defined as the pressure exerted by its vapor in phase equilibrium with its liquid at a given temperature. Vapor pressure depends on temperature. As temperature increases, vapor pressure also increases. ഇവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ചാർട്ട് എന്നത് സാച്ചുറേഷൻ പ്രഷർ ഓഫ് വാട്ടർ അറ്റ് വേരിയസ് ടെമ്പറേച്ചർ എന്ന ഡീറ്റെയിലിനെ കുറിച്ചുള്ള ഒരു ഫിഗറാണ് സൈഡിൽ നൽകിയിരിക്കുന്നത്. എല്ലാവരും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. നമുക്കറിയാം the liquid starts boiling when the vapor pressure becomes equal to the pressure exerted on the liquid by the surrounding atmosphere. അതായത് വേപ്പർ പ്രഷർ വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന വേപ്പർ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആകുമ്പോഴാണ് ബോയിലിംഗ് എന്ന ഫിനോമിനൻ നടക്കുന്നത് എന്ന് കരുതി 100 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ് വാട്ടർ ബോയിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കരുത്. കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷർ 180 ആയതുകൊണ്ടാണ് 100 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ വാട്ടർ ബോയിൽ ചെയ്യുന്നത്. ഇഫ് ദ പ്രഷർ ഔട്ട്സൈഡ് ഈസ് ബ്രോഡ് ഡൗൺ, ആ ടെമ്പറേച്ചറും കുറഞ്ഞു കിട്ടുന്നതാണ്. കൺസിഡർ എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ത്രൂ എ സിസ്റ്റം. ഇഫ് ദ പ്രഷർ അറ്റ് എനി പോയിൻറ്റ് in this flowing fluid becomes equal to or less than the vapor pressure, the vaporization of the liquid starts. നമുക്കറിയുന്ന പോലെ തന്നെയാണ്. The bubbles of these vapors are carried by the flowing liquid into the region of high pressure where they collapse, giving rise to high impact pressure. The pressure developed by the collapsing bubble is so high that the materials from adjoining boundaries get eroded and cavities are formed on them. This phenomenon is known as cavitation. വേപ്പറൈസേഷൻ മൂലമുണ്ടാകുന്ന ഈ ബബിൾസ് ഫ്ലോയിങ് ഫ്ലൂയിഡിലൂടെ ഫ്ലോ ചെയ്തു പോയി റീജിയൻ ഓഫ് ഹൈ പ്രഷർ എത്തുമ്പോൾ അവിടെ കൊളാപ്സ് ചെയ്യുന്നു. ഇതൊരു ഹൈ ഇമ്പാക്റ്റ് പ്രഷർ അവിടെ ഉണ്ടാക്കുന്നു. ഈ ഹൈ ഇമ്പാക്റ്റ് പ്രഷർ കാരണം തന്നെ അവിടുത്തെ മെറ്റീരിയൽ എറോഡായി പോകാനും അവിടെ ക്യാവിറ്റീസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ടാകുന്നു. ഈ ഒരു ഫിനോമിനയാണ് കാവിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാവിറ്റേഷൻ മസ്റ്റ് ബി അവോയ്ഡഡ്. ഒരു പക്ഷേ പറയുകയാണെങ്കിൽ കാവിറ്റേഷൻ കുറയ്ക്കാനെങ്കിലും ശ്രമിക്കണം. ഇൻ ഫ്ലോ സിസ്റ്റംസ്, സിൻസ് it reduces performance, generates annoying vibrations and noise and cause damage to equipment. കാവിറ്റേഷനെതിരെയുള്ള പ്രിക്കോഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. The pressure of the flowing fluid in any part of the hydraulic system should not be allowed to fall below its vapor pressure. രണ്ടാമത്തത്, the special materials or coatings such as aluminum, bronze and stainless steel which are cavitation resistant materials should be used. അതായത് ഒന്നെങ്കിൽ കാവിറ്റേഷൻ റെസിസ്റ്റൻസ് മെറ്റീരിയൽ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മെറ്റീരിയൽ കോട്ടിംഗ്, ബ്രോൺസ്, അലുമിനിയം തുടങ്ങിയ മെറ്റീരിയൽ കോട്ടിംഗ് നൽകുകയോ ചെയ്യുകയാണെങ്കിൽ കാവിറ്റേഷൻ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഉള്ളത് ഫ്ലോയിങ് ലിക്വിഡിലുള്ള പ്രഷർ ഒരു കാരണവശാലും വേപ്പർ പ്രഷറിനെ താഴെ ഫോൾ ചെയ്യാതെ നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമായിരുന്നു നമുക്ക് മൊഡ്യൂൾ 4 പഠിക്കാനുണ്ടായിരുന്നത്. നമ്മുടെ മൊഡ്യൂൾ 4 ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.